എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഉമ്മായും ആപ്പുച്ചിയും നമ്മളെല്ലാവരും കൂടെ ആയിട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാട്ടോ ഈ ആപ്പിൾ തോട്ടം കണ്ടത്. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കാണാൻ വയസ്സായ ഒരു അമ്മച്ചിയും അപ്പൂപ്പനും കൂടെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അവർ നമുക്ക് ഇപ്പോൾ ഈ ഓട്ടം സീസണിൽ സെയിലിന് വരുന്ന ആപ്പിൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ കഴിച്ചു നോക്കാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ള ആപ്പിൾ ഞാൻ ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു മരത്തിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവർ പറിച്ചെടുത്തതേ ഉള്ളായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മാക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആബുജി വന്നപ്പോഴേ അവിടെ കയറി അങ്ങ് ഇരിക്കുകയും ചെയ്തു കേട്ടോ. ആബുജിയുടെ സ്വന്തം സ്ഥലം പോലെ. അങ്ങനെ ഞാനും ഉമ്മായി ആബുജിയൊക്കെ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും നമുക്ക് വാങ്ങാമെന്ന്. അങ്ങനെ ഉപ്പാക്കും നമ്മുടെ വീട്ടിലത്തേക്കും ഉപ്പാടെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലത്തേക്കും അപ്പോൾ എല്ലാവർക്കും ഉള്ള ഇത് നമ്മൾ ഒരുമിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് വാങ്ങി. നമ്മളിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ലോങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആപ്പിൾ കഴിച്ചപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ അമ്മമ്മയുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതെന്തുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് എന്ന്. അപ്പോഴാണ് അമ്മമ്മ പറഞ്ഞത് ഇത് ഈ ഓട്ടം സീസണിൽ, അതായത് ഓട്ടം സീസണിൽ കൊറിയൻ ലാംഗ്വേജിൽ കാവിലെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ കാവിലെന്ന് പറയുന്ന ഈ ടൈമിൽ വരുന്ന ആപ്പിൾ ഭയങ്കര ടേസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ കാണാം ഇവിടെ ഒരു മരത്തിൽ കുറേ ആപ്പിൾ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല പഴുത്തങ്ങ് വിളഞ്ഞ് നിൽക്കുന്നു. പിന്നെ ഇവിടെ ഇവർക്ക് അല്ലാതെ വേറെ കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റാഡിഷ് ഉണ്ടായിരുന്നു, പിന്നെ മുളകുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഈ ആപ്പിളൊക്കെ എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണിലത്തേക്ക് വിളവെടുപ്പിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന ആപ്പിളാണ്. ഇതുവരെ അത് പാകമായിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു നിനക്ക് ആപ്പിൾ വേണമെങ്കിൽ പോയി മരത്തിൽ പോയി പറിച്ചോളാം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ 2-3 പറിച്ചെടുക്കാമെന്ന്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് എങ്ങനെയാണോ ദോപ്പ അറിഞ്ഞത്. ദോപ്പ എൻ്റെ അടുത്ത് പറയാണ് ഒന്ന് മാത്രമേ പറിക്കാവൂ. അവർ പറിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് പറിച്ചെടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒപ്പ അറിഞ്ഞതെന്ന്. എന്ത് ചെയ്യാനേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പാളിപ്പോയി എന്നേ. ഞാൻ ഒരു ആപ്പിൾ പറിച്ച് ഞാൻ എൻ്റെ ദുഃഖം അങ്ങ് തീർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.